ജീവിതത്തിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോൾ ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. എന്നാൽ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവ ശബ്ദം ഒരു റേഡിയോ പ്രോഗ്രാമിലൂടെ കേട്ടത് കൊണ്ടാണ് ഞാൻ എൻ്റെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചത്. എൻ്റെ പേര് ബിജു ജോൺ. പത്തനംതിട്ട കുമ്പഴ സ്വദേശിയാണ്. എൻ്റെ 17-ാമത്തെ വയസ്സിൽ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം അവസാനിച്ചതിന് ശേഷം ഡൽഹിയിൽ ഒരു ജോലി തേടി പോകുവാൻ തക്കണമിടയായി. എന്നാൽ ഡൽഹിയിലെ എൻ്റെ സ്നേഹിതന്മാരുമായി ചേർന്ന് ജീവിതം ഏതെല്ലാം രീതിയിൽ ആസ്വദിക്കാൻ പറ്റുമോ ആ രീതിയിൽ ആസ്വദിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട് മദ്യത്തിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും അടിമയായി തീർന്നു. ജീവിതത്തിന്റെ എല്ലാ സന്തോഷവും നഷ്ടമായി. എന്നാൽ എനിക്കൊരു മനോഹരമായ ഒരു ജീവിത സാഹചര്യം ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ, സ്നേഹിക്കുന്ന ഒരു പിതാവ്, 2 സഹോദരന്മാർ, അവർ വിശ്വസിച്ചു വന്ന വിശ്വാസ ആചാരങ്ങൾ, പള്ളി, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രതീക്ഷ നൽകുന്ന അനുഭവങ്ങളായിരുന്നു, സന്തോഷത്തിന്റെ അനുഭവങ്ങളായിരുന്നു. എന്നെ എൻ്റെ അമ്മ ജനന സമയത്ത് ഒരു പുരോഹിതനായി നേർന്ന് തുമ്പമണ്ണുള്ള പഴയ ഒരു പള്ളി, ആ പള്ളിയുടെ ത്രോണോസിൽ പുരോഹിതന്റെ കയ്യിൽ കൊടുത്ത് ത്രോണോസിൽ മുത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ മകൻ ഒരു പുരോഹിതനായി മാറണം. അത് അമ്മയുടെ ഒരു പ്രതീക്ഷയായിരുന്നു, വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പുരോഹിതനുണ്ടാകണം. ഓർത്തഡോക്സ് വിശ്വാസം എന്ന് പറയുന്ന ശ്രേഷ്ഠകരമായ വിശ്വാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു മാതൃപിതാവ് എനിക്കുണ്ടായിരുന്നു. പാലത്തന്തലയ്ക്കൽ ദാവീദപ്പച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു ക്രിസ്തുഭക്തനായ മനുഷ്യനായിരുന്നു. സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. തുമ്പമൺ പള്ളിയുടെയും കടക്കാട്ട് പള്ളിയുടെയും ട്രസ്റ്റി ആയിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു പുരോഹിതനായി ഒരാൾ വേണം. അതുകൊണ്ടാണ് എൻ്റെ അമ്മ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ആ ത്രോണോസിലേക്ക് കൊടുത്തുവിട്ട് പുരോഹിതന്റെ കൈകൊണ്ട് ആ ത്രോണോസിന്മേൽ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നത്. എന്നാൽ കാലത്തിന്റെ നീക്കത്തിൽ ജഡത്തിൻ്റെതായ ഇച്ഛകളും ആഗ്രഹങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്ന കൗമാരപ്രായത്തിൽ ജോലി തേടിയുള്ള എൻ്റെ ഡൽഹി യാത്രയിൽ എൻ്റെ വിശ്വാസങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം ലോകത്തോട് ഇഴുകിച്ചേരുവാൻ മദ്യപാനവും മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങൾ, ഇഞ്ചക്ഷൻ, അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങി. പെത്തിഡിൻ ഇഞ്ചക്ഷൻ പോലുള്ള ഇഞ്ചക്ഷൻ ഉപയോഗിക്കുവാൻ തുടങ്ങി. കൂട്ടുകാരോട് ചേർന്ന് ഡൽഹി തെരുവുകളിൽ കറങ്ങി നടക്കുവാൻ ആരംഭിച്ചു. 4 വർഷം കൊണ്ട് അനേക കമ്പനികളിൽ ജോലി ചെയ്തിട്ടും ഒരു ജോലി പോലും സ്ഥിരമായി ഉറപ്പിക്കുവാൻ കഴിയാതെ ജീവിതം ദുരിതപൂർണമായി തീർന്നു. പല വാടക കെട്ടിടങ്ങളിലും വാടക കൊടുക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടും ആഹാരത്തിന് മാർഗമില്ലാത്തത് കൊണ്ടും RK പുരത്തെ അയ്യപ്പ ടെമ്പിളിന്റെ മുൻപിൽ പൂജ കഴിഞ്ഞ് ലഭിക്കുന്ന പടച്ചോറിന് വേണ്ടി കാത്തു നിന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്ന് ജീവിതം അവസാനിപ്പിക്കുവാനെ കൊണ്ട് ഞാൻ തീരുമാനിച്ചു. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷയും എനിക്ക് നഷ്ടമായി. എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഞാൻ വളരെ ചെറുപ്രായത്തിൽ തന്നെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ, ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ ഭക്തിയിലാണ് വളർന്നു വന്നത്. എൻ്റെ അമ്മയുടെ ശ്രമഫലമായി അന്നത്തെ പീലക്സിനോസ് തിരുമേനിയുടെയും തുമ്പമൺ ഭദ്രാസനായിരിക്കുന്ന പീലക്സിനോസ് തിരുമേനിയുടെയും കാതോലിക്ക ബാബയുടെയും 2 കൈവപ്പോടുകൂടി, 2 പ്രിയപ്പെട്ടവരുടെ കൈവപ്പോടുകൂടി മദ്ബഹായിലെ ശുശ്രൂഷകനായി ഞാൻ ദീർഘകാലം കുമ്പഴ ഞങ്ങളുടെ കിഴക്കേ പള്ളിയിലെ മദ്ബഹായിൽ ശുശ്രൂഷകനായിരുന്നു. ചെല്ലുന്നിടത്തിലെല്ലാം മദ്ബഹായിൽ കയറുവാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. കാരണം 2 കൈവപ്പാണ് എനിക്കുണ്ടായിരുന്നത്. അത്ര നല്ല ആത്മീയ പശ്ചാത്തലത്തിലായിരുന്നിട്ടും സ്നേഹിതന്മാരോട് ചേർന്ന് എൻ്റെ ജീവിതത്തിന്റെ ആ സന്തോഷവും സമാധാനവും ഞാൻ അനുഭവിച്ചു വന്നിരുന്ന ആ വലിയ ആത്മീക പശ്ചാത്തലങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി ലോകത്തിന്റെ ആ ഇമ്പങ്ങളിലേക്ക് ഇറങ്ങിപ്പോയത് കൊണ്ട് ജീവിതം ഏറെക്കുറെ തകർന്ന് തരിപ്പണമായി. ഇനിയും ആത്മഹത്യ മാത്രമേ എൻ്റെ മുൻപിലുള്ളൂ. അങ്ങനെ ഞാൻ ഒരു ബസ്സിൽ കയറി. എൻ്റെ ബുദ്ധി ഇങ്ങനെ പറഞ്ഞു, നീ ആത്മഹത്യ ചെയ്താൽ ലോകം അറിയും, ലോകത്തിന്റെ മുൻപിൽ നീ വളരെ അപമാനിതനായി തീരും,
നിന്റെ മാതാപിതാക്കൾ അപമാനിതരായിത്തീരും. അതുകൊണ്ട് നോർമലി ഒരു മരണം എന്ന നിലയിൽ മരിക്കുവാൻ ആഗ്രഹിച്ച് ഡൽഹിയിൽ ഉത്തംനഗറിൽ നിന്ന് ഒരു ബസ്സിൽ കയറി റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് ഞാൻ യാത്ര ചെയ്തു. കാരണം എന്റെ ഉദ്ദേശം ഇതാണ്: റെയിൽവേ പാളത്തിൽ നിൽക്കുമ്പോൾ കാല് തെന്നി ട്രെയിനിന്റെ മുൻപിലേക്ക് വീണ് ഒരു അപകട മരണം പോലെ മരിക്കുക. എന്റെ ബുദ്ധി അങ്ങനെയായിരുന്നു. എന്നാൽ ഞാൻ കയറിയ ബസ് ഗോൾഡക്കാന എന്ന് പറയുന്ന സുപ്രസിദ്ധ കത്തോലിക്ക ദേവാലയത്തിന്റെ മുൻപിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആകുകയും എല്ലാ യാത്രക്കാരും അവിടെ ഇറങ്ങി, ഞാനും ഇറങ്ങി നോക്കുമ്പോൾ കൂളറിൽ തണുത്ത വെള്ളം ആ പള്ളിയുടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അത് കുടിക്കുവാനായി അകത്തേക്ക് കയറുകയും അതിനുശേഷം ഞാൻ അല്പം തണൽ തേടി ആ ദേവാലയത്തിന്റെ അകത്ത് ചെല്ലുമ്പോൾ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ത്രോണോസിന്റെ ഇടത് സൈഡിൽ ഒരു മരക്കുരിശിൽ യേശുവിന്റെ ഒരു ക്രൂശിത രൂപമുണ്ട്. ആ രൂപത്തിന്റെ മുൻപിലേക്ക് ഞാൻ ചെന്നു. എന്റെ ഹൃദയം വല്ലാതെ ചഞ്ചലപ്പെടുവാൻ തുടങ്ങി. ഞാൻ ആ ക്രൂശിതനായ രൂപത്തെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ പാപം ചെയ്തിട്ടാണ് ഈ അവസ്ഥയിലായത്, എന്നാൽ നീ പാപികൾക്ക് വേണ്ടിയാണ് ഈ അവസ്ഥയിലായത്. എന്റെ ജീവിതം ഇനി അവസാനിപ്പിക്കുവാൻ അധിക സമയമില്ല. പക്ഷെ നിന്റെ ജീവിതം നീ അവസാനിപ്പിച്ചത് ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായിട്ടാണ്. പക്ഷെ എന്നെ രക്ഷിക്കുവാൻ നിനക്ക് കഴിയത്തില്ല. എന്റെ അവസ്ഥ ഇതാണ്. പക്ഷെ സംഭവിച്ചത് രസകരമായ കാര്യമായിരുന്നു. കുറച്ചു സമയം ആ ദേവാലയത്തിന്റെ ഉള്ളിൽ ചെലവഴിച്ചപ്പോൾ എന്റെ ആത്മഹത്യ ചിന്തയ്ക്ക് താൽക്കാലിക വിരാമമുണ്ടായി. ഞാൻ എന്റെ റൂമിലേക്ക് മടങ്ങി പോകുമ്പോൾ പോസ്റ്റ്മാൻ എന്നെ അവിടെ കാത്തിരിക്കുന്നു. ഒരു ലെറ്ററാണ്, എന്റെ പിതാവ് അയച്ച ഒരു ലെറ്റർ. വിദേശത്തേക്ക് പോകുവാൻ റിയ ട്രാവൽസിൽ നിന്ന് അനേകരെ ഗൾഫ് രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നു. ഗ്രൂപ്പ് വിസയാണ്, നിനക്ക് പോകാനായിട്ട് കഴിയും, വേഗം നീ നാട്ടിലേക്ക് മടങ്ങി വരണം. ഈ വാർത്ത കേട്ടപ്പോൾ എന്റെ കയ്യിൽ അന്ന് 300 രൂപ മതി ഡൽഹിയിൽ നിന്ന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുവാൻ. പക്ഷെ ആ 300 രൂപ എനിക്കില്ല. എന്നാൽ നാട്ടിൽ എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ പോയി കണ്ട് അദ്ദേഹം തന്ന പൈസ കൊണ്ട് ഞാൻ നാട്ടിൽ തിരിച്ചെത്തി. പക്ഷെ സംഭവിച്ചത്, ഞാൻ വരുന്നതിന് മുൻപ് തന്നെ ഈ ഗ്രൂപ്പ് ഗൾഫിലേക്ക് കടന്നുപോയി. എനിക്ക് ആ ഗ്രൂപ്പിൽ പോകാൻ കഴിഞ്ഞില്ല. വീണ്ടും ഭവനത്തിനകത്ത് ഒറ്റപ്പെട്ടു. സമാധാനമില്ലാതായി. ജീവിതത്തിന്റെ നഷ്ടങ്ങളെ ഓർത്തുള്ള ദുഃഖം മനസ്സില്, മാതാപിതാക്കളെ സഹായിക്കാൻ കഴിയാതെ പോയ എന്റെ ആ നിരാശ ജീവിതത്തിൽ. ഇനി ആർക്കു വേണ്ടി ജീവിക്കണം? ജീവിച്ചിട്ട് കാര്യമില്ല. വീണ്ടും എന്റെ മനസ്സങ്ങനെ പറയുവാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ ആത്മഹത്യ ചെയ്യുവാനായിട്ട് കൈയുടെ ഞരമ്പ് മുറിച്ചു മരിക്കുവാൻ ബ്ലേഡും എടുത്തു വെച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങി. എന്നാൽ അന്ന് പ്രഭാതത്തിൽ എൻ്റെ അമ്മ എൻ്റെ വാതിൽ തട്ടി എന്നെ വിളിച്ചു ഉണർത്തിട്ട് പറഞ്ഞു: കുഞ്ഞെ, വാ, നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ വീട്ടിൽ പ്രഭാത പ്രാർത്ഥനയുണ്ട്. എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുണ്ട്. എല്ലാ 50 ദിവസത്തെ നൊയമ്പും ഞങ്ങൾ കുടുംബമായി നോക്കും. സഭയ്ക്ക് കൊടുക്കേണ്ടുന്ന ആദ്യഫലങ്ങളെല്ലാം ഞങ്ങളാണ് പള്ളികളിൽ എത്തിക്കുന്നത്. ആദ്യത്തെ കോഴി, ആദ്യത്തെ കിടാവ്, പശുക്കിടാവ്, റബ്ബർ ഷീറ്റ്, കാർഷിക വിളകള് എല്ലാം എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ അത് ശേഖരിച്ചു വെച്ച് ഞങ്ങൾ കൃത്യമായി പള്ളിയിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. ആ പള്ളിയുമായിട്ടോട് ഞങ്ങൾക്ക് ആഴമൊരു ബന്ധമാണ്. പക്ഷേ എൻ്റെ അമ്മ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു: തള്ളേ, നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നില്ല, പിന്നെ എങ്ങനെയാണ് എന്നെ രക്ഷിക്കുവാനായിട്ട് കഴിയുന്നത്? എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പ്രയാസം തോന്നി. എൻ്റെ ജീവിതത്തിലെ മാറ്റം അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാൻ എത്ര തകർന്നവനാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഒരു മാനസിക വിഭ്രാന്തി പോലെ ആയി തീർന്നത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷെ എന്നിട്ടും എൻ്റെ അമ്മ എന്നെ സ്നേഹത്തോടെ വിളിക്കുകയാണ് പ്രാർത്ഥിക്കുവാൻ. എന്നാൽ എൻ്റെ അമ്മയെ ഞാൻ വഴക്ക് പറഞ്ഞ് പായിച്ചു. അമ്മ പോയി പാട്ടുകൾ പാടി പ്രാർത്ഥിച്ചു. എൻ്റെ അപ്പൻ റബ്ബർ വെട്ടുവാനായിട്ട് ഇറങ്ങിപ്പോയി. ഞാൻ മരിക്കുവാൻ കഴിയാത്ത നിരാശയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് റേഡിയോ ഓൺ ചെയ്തു. അന്ന് സുപ്രസിദ്ധ പ്രാസംഗികനായ ഡോക്ടർ KP യോഹന്നാൻ എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ റേഡിയോയിലൂടെ പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം ഇങ്ങനെയാണ് എൻ്റെ ചെവിയിലേക്ക് വരുന്നത്: കുഞ്ഞെ, കഴിഞ്ഞ രാത്രി നീ ആത്മഹത്യ ചെയ്യുവാനായി തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. എന്നാൽ നിനക്ക് അതിന്റെ ആവശ്യമില്ല. യേശു നിന്നെ സ്നേഹിക്കുന്നു. സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള എൻ്റെ ബന്ധം, പള്ളിയിലുള്ള എൻ്റെ ഭക്തി, എൻ്റെ പ്രാർത്ഥനാ ജീവിതം, 17 വയസ്സുവരെ വളർന്നു വന്ന വ്യത്യസ്തമായ ആ മനോഹര അനുഭവങ്ങൾ, എൻ്റെ നാട്ടിൽ അനേകരുടെ മുൻപിൽ ഉയർത്തിപ്പിടിച്ച നല്ല സാക്ഷ്യം എല്ലാം എൻ്റെ ആ ഡൽഹി യാത്രയിൽ എനിക്ക് നഷ്ടമായി. സകലത് ശൂന്യമായി ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ ആ ദൈവ മനുഷ്യന്റെ പ്രഭാഷണം
എന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തുടങ്ങി. ആ കട്ടിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ, യഥാർത്ഥത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. ആ മനുഷ്യനോട് ചേർന്ന് ഞാനും പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, ആ സമയത്ത് ഒരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെ എന്റെ ശരീരം വിറയ്ക്കുവാനായി തുടങ്ങി. ഞാൻ നന്നായി വിയർത്തു. ആ കട്ടിൽ നിന്ന് എനിക്ക് വേഗം നിലത്ത് ഇറങ്ങേണ്ടതായിട്ട് വന്നു. എന്റെ കാലുകൾ നിലത്ത് ഉറയ്ക്കുന്നില്ലെന്നൊരു തോന്നൽ എനിക്കുണ്ടായി. പക്ഷെ അന്ന് പ്രഭാതത്തിൽ ഒരു വലിയ ദൈവിക സന്ദർശനം എന്നിലേക്ക് നടക്കുകയായിരുന്നു. ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുകയായിരുന്നു. മനോഹരമായ ഒരു ദൈവിക ഇടപെടലിലേക്ക് ഞാൻ നയിക്കപ്പെടുകയായിരുന്നു. അതിശക്തമേറിയ ദൈവ സാന്നിധ്യം. ആ ദൈവ സാന്നിധ്യം ഞാൻ നിറഞ്ഞുകൊണ്ട് വേഗം വേദപുസ്തകം എടുത്ത് അതിന്റെ പൊടിയെല്ലാം തട്ടി മാറ്റി ആ വേദപുസ്തകം തുറന്നു നോക്കുമ്പോൾ എനിക്കതിലെ വാക്യങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുന്ന സ്നേഹവാനായ ഒരു ദൈവത്തിന്റെ ശബ്ദമായിട്ട് എന്റെ കാതുകളിൽ മുഴങ്ങുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്, അന്ന് പ്രഭാതത്തിൽ ഞാൻ എൻ്റെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി, ഒത്തിരി ആനന്ദം തോന്നി. വളരെയധികം പ്രതീക്ഷ എന്റെ ഹൃദയത്തിലേക്ക് വരുവാൻ തുടങ്ങി. എവിടെയോ എനിക്കൊരു സ്പർശനം ഉണ്ടായിരിക്കുന്നു. വീണ്ടും എൻ്റെ ആ ബാല്യത്തിലെ ദൈവിക സന്തോഷത്തിലേക്ക് ഞാൻ മടങ്ങുന്നതായിട്ട് തോന്നി. എൻ്റെ ഭവനത്തിൽ ഞാൻ വളരെയധികം പ്രാർത്ഥിക്കുവാനും ദൈവത്തിന്റെ വചനം വായിക്കുവാനും തുടങ്ങി. ഞാൻ അങ്ങനെ ഞങ്ങളുടെ സഭയുടെ സുവിശേഷ സംഘത്തിന്റെ സെക്രട്ടറി ആയിട്ട് മാറ്റപ്പെട്ടു. സുവിശേഷം പ്രസംഗിക്കാനുള്ള അവസരങ്ങളിലേക്ക് വളരെ വേഗം ഞാൻ ചലിക്കുവാൻ ആരംഭിച്ചു. ആ സമയത്ത് കരസ്മാറ്റിക് ഉണർവ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമയം. പോട്ട എന്ന് പറയുന്ന ധ്യാന കേന്ദ്രത്തിലൂടെ അനേകര് കർത്താവിനെ കണ്ടുമുട്ടുകയും അവർ നാട്ടിൽ വന്ന് ചെറിയ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ തുടങ്ങുകയും ആ ഗ്രൂപ്പിലൊക്കെ ഞാൻ കടന്നു പോവുകയും എന്റെ സാക്ഷ്യം പറയുകയും സുവിശേഷം പ്രസംഗിക്കുവാനുള്ള അവസരം ലഭിക്കുകയും അനേകരെ ക്രിസ്തുവെങ്കിൽ ഉറപ്പിക്കുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തരുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ അന്നത്തെ ഞങ്ങളുടെ തിരുമേനിയുടെ ശ്രമഫലമായി അഡ്വക്കേറ്റ് പത്തനംതിട്ട ഒരു അഡ്വക്കേറ്റിന്റെ ശ്രമഫലമായും അബ്ബാൻ എന്ന് പറയുന്ന കമ്പനിയിൽ ചെന്നൈയിൽ എനിക്ക് അസിസ്റ്റന്റ് പർച്ചേസ് ഓഫീസറായിട്ട് ഒരു നല്ല ജോലി കിട്ടി. ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് ദൈവം എനിക്ക് തുറന്നു തന്ന വഴിയായി ഞാൻ ചെന്നൈയിലേക്ക് യാത്രയായി. അന്ന് അത് മദ്രാസാണ്, ചെന്നൈ ആയിട്ടില്ല. മദ്രാസിലെ മൗണ്ട് റോഡിലുള്ള അബ്ബാൻ കമ്പനിയുടെ ഓഫീസിൽ ഞാൻ സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്തു. പക്ഷെ അവിടെ ജോയിൻ ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൽ കത്തുന്ന ഒരു വലിയ ദൈവ സ്നേഹം, കർത്താവിന്റെ ആ ഒരു കരുതൽ, കർത്താവിനുള്ള ദയ, കരയാത്ത രാത്രികളില്ല. ദൈവസ്ഥൽ മണിക്കൂറിൽ ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. എല്ലാ ശനിയാഴ്ചയും ജീസസ് കോൾസ് എന്ന് പറയുന്ന പ്രാർത്ഥനാലയത്തിലേക്ക് പോയി മണിക്കൂറുകൾ അവരുടെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അത് തന്നെയല്ല, അവിടെ കടന്നു വരുന്നവരെ ഒരു സ്വമേധാ പ്രവർത്തകൻ എന്ന നിലയിൽ ആ ഓഫീസുകളെല്ലാം പരിചയപ്പെടുത്തുകയും അവർക്ക് വേണ്ടുന്ന ട്രാക്റ്റുകളും മാഗസിൻസ് ഒക്കെ പരിചയപ്പെടുത്തുകയും ചിലരവിടെ സപ്പോർട്ടുകൾ ചെയ്യാൻ വേണ്ടി വരുന്നവർ അവരെ ആ ക്യാഷ് കൗണ്ടറിലേക്ക് നയിക്കുകയും ഈ ജീസസ് കോൾസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുകയും അവിടെ പ്രദർശിപ്പിക്കുന്ന വീഡിയോകൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഓഫീസിൽ ആ കാലങ്ങളെല്ലാം പ്രവർത്തിക്കാൻ ആരംഭിച്ചൊരു സ്വമേധാ പ്രവർത്തകനായി. ബാക്കി ഞായറാഴ്ച ഞാൻ ആരാധന അവിടെ ഏതെങ്കിലും ഓർത്തഡോക്സ് പള്ളി, ബ്രോഡ്വേയിലുള്ള ഓർത്തഡോക്സ് പള്ളിയിലെ ആരാധന കഴിഞ്ഞ് ഞാൻ വെളിയിൽ വന്നിട്ട് ട്രാക്റ്റുകൾ കൊടുക്കുവാനായിട്ട് പോകും. പൂക്കട ബസ് സ്റ്റാൻഡിലും ചെന്നൈയുടെ ഹൃദയഭാഗത്തുള്ള പല സ്ഥലങ്ങളിലും ഗ്രീൻവേസ് റോഡിലും ഒക്കെ പോയി ഞാൻ ട്രാക്റ്റ് കൊടുക്കുവാൻ ആരംഭിച്ചു. ഇത് കണ്ട എൻ്റെ ഓഫീസിലുള്ള ഒരു സഹോദരൻ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, രാജു എന്നാണ് പേര്. അദ്ദേഹം അവിടുത്തെ ക്യാഷ് ബാഗിൽ കൊണ്ടുപോവുകയും ചെക്കുകൾ ബാഗിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഓഫീസിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഓഫീസിലെ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ബിജു, നിങ്ങൾ സ്നാനപ്പെട്ടതാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, യെസ്, എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ സ്നാനപ്പെട്ടതാണ്. ഞാൻ കടക്കാടുള്ള പള്ളിയിലാണ് എൻ്റെ അപ്പച്ചൻ എന്നെ കൊണ്ടുപോയി സ്നാനപ്പെടുത്തിയത്. അതുകൊണ്ട് പന്തളം കടക്കാടുള്ള പള്ളിയിലെ മെമ്പറാണ് ഞാൻ, അവിടെയാണ് സ്നാനപ്പെട്ടത്. പറഞ്ഞല്ല, അതല്ല ചോദിച്ചത്. യഥാർത്ഥമായ സ്നാനം വേണം. കർത്താവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പുനരുദ്ധാനത്തിന് സാക്ഷിയാകുന്ന ഒരു മനോഹര ശുശ്രൂഷയാണ് മുഴുകൽ സ്നാനം. അത് വിശ്വസിക്കുന്നവർ മാത്രം സ്നാനപ്പെട്ടാൽ മതി. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്താനാണ് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ സഭയിലേക്ക് കൊണ്ടുപോയി. ചെന്നൈയിൽ നടുവങ്കരയുള്ള ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ മനോഹരമായ അനുഭവമായിരുന്നു. ഇത്രയും നല്ല ആരാധന, വചനദാനം, പ്രാർത്ഥന. മാത്യു എന്ന് പേരുള്ള ഒരു ദൈവദാസനാണെന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം എന്നെ വളരെയധികം ഉത്സാഹിപ്പിക്കുകയും കർത്താവിന്റെ വേലയിൽ വളരെയധികം പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ ഞാൻ എൻ്റെ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ കൊണ്ട് ഇടയായി തീർന്നു. അവിടെയുള്ള ഹോസ്പിറ്റൽ മിനിസ്ട്രീസിന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനാകുകയും
അവരോട് ചേർന്ന ഹോസ്പിറ്റൽ മിനിസ്ട്രീസിന്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ ഏർപ്പെടുകയും ചെയ്തു. അനേക ആശുപത്രികളിൽ പോയി സുവിശേഷം പറയുകയും ട്രാക്റ്റുകൾ അവിടെ വെക്കുന്ന ഒരു ടേബിൾ ഉണ്ടാക്കി ട്രാക്റ്റുകൾ വെക്കുകയും അങ്ങനെ സുവിശേഷ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറി. ഇതെല്ലാം ചെയ്യുമ്പോഴും എന്നെ രക്ഷയിലേക്ക് നയിച്ച ഒരു ദൈവ മനുഷ്യൻ ഡോക്ടർ KP യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ ആത്മീയത്ര മാഗസിൻ, അന്ന് 3 ഫോൾഡ് മാഗസിൻ ആണ് ഇറങ്ങുന്നത്. ഏതാണ്ട് 8 പേജങ്ങണ്ടേ ഉള്ളൂ. അത് 3ആയിട്ട് മടക്കി അത് കവറിലിട്ടാണ് ആൾക്കാർക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ മാസികയ്ക്ക് അന്ന് 15 രൂപയുള്ളൂ വരിസംഖ്യ. ഞാൻ എൻ്റെ ഓഫീസിലുള്ള സകല മനുഷ്യരെയും ഈ മാസിക പരിചയപ്പെടുത്തുന്നതിനെ തരുന്നു. 15 രൂപയോട് വാങ്ങിച്ച് ഒരു വർഷത്തേക്ക് അവരെ കൊണ്ട് വരിസംഖ്യ എടുപ്പിക്കും. എന്നിട്ട് എല്ലാ ശനിയാഴ്ചയും എൻ്റെ ഈ സ്നേഹിതൻ രാജുവിനെ കൊണ്ട് ബാങ്കിൽ നിന്ന് ഞാൻ DD ഉണ്ടാക്കും ആത്മയാത്രയുടെ പേരിൽ. എന്നിട്ട് ആത്മയാത്രയുടെ പേരിൽ എല്ലാ ആഴ്ചയും DD അയച്ചു കൊടുക്കും. ഞാൻ പോയ സഭയിൽ ഞാൻ പരിചയപ്പെട്ടവർ കേട്ടവർ എല്ലാവർക്കും ഈ മാസിക പരിചയപ്പെടുത്തുവാനിടയെ തീർന്നു. അങ്ങനെ ഞാൻ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്ന കാലത്തിൽ എന്റെ ഹൃദയത്തിന്റെ അകത്ത് ഭയങ്കര വാഞ്ച, കർത്താവിന് വേണ്ടി ഏറ്റവും മനോഹരമായി പ്രവർത്തിക്കണം, ഏറ്റവും നല്ലതായി പ്രവർത്തിക്കണം, എല്ലാവരോടും സുവിശേഷം പറയണം, സകല മനുഷ്യരും സുവിശേഷം കേൾക്കണം. അങ്ങനെ വളരെ വാഞ്ചയോടുകൂടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അത്ഭുതം എന്ന പോലെ ഞാൻ ആരാധിക്കുന്ന നടുവങ്കര സഭയിലേക്ക് ആത്മയാത്രയുടെ ഒരു പ്രധാനപ്പെട്ട സ്റ്റാഫ്, അത് വർഗീസ് മാത്യു എന്ന് പറയുന്ന ഒരു സ്റ്റാഫ്, ഞങ്ങൾ സഹിച്ചാണ് വിളിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ കാനഡയില് കർത്താവിന്റെ വേലുള്ള ബന്ധത്തിലായിരിക്കുന്നു. അദ്ദേഹത്തെ കാണുകയും പരിചയപ്പെടുകയും അദ്ദേഹം ഈ ആത്മീയത്ര മാസികയുടെ വരിസംഖ്യ ചെന്നൈയിൽ നയിച്ചു കൊടുക്കുന്ന ഒരു ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് എൻക്വയറി ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ആ മനുഷ്യൻ ഞാനാണ് അത് കൃത്യമായി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, KP യോഹന്നാന് താങ്കളെ കാണുവാൻ ആഗ്രഹമുണ്ട്, ഒരു ദിവസം ഓഫീസിലേക്ക് വരണം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമായിരുന്നു. ഒരു നല്ല ഇൻവിറ്റേഷൻ എൻ്റെ ജീവിതത്തിൽ ലഭിച്ചു. എന്നെ കേൾക്കുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് തിരുവല്ലയിൽ വന്നു. പിന്നെ ഒരിക്കലും ചെന്നൈയിലെ ഓഫീസിലേക്ക് ഞാൻ മടങ്ങിപ്പോയില്ല. 10 വർഷം ആത്മീയാത്രയുടെ സ്റ്റാഫായിട്ട് പ്രവർത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ആ ദൈവിക സന്ദേശം, എന്റെ ജീവിതത്തിൽ പ്രതിഫലിച്ച ആ ദൈവിക സന്ദേശം എന്നെ വളരെ ഉത്സാഹഭരിതനാക്കുകയും കർത്താവിന്റെ വേലയെക്കുറിച്ച് ആവേശഭരിതനാക്കുകയും തുടർന്ന് കർത്താവിന് വേണ്ടി ഏറ്റവും അധികം പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിനെ ഉത്സാഹിപ്പിക്കുന്നത് തോന്നി. ഞാൻ എൻ്റെ ഓഫീസിൽ റിസൈൻ ലെറ്റർ കൊടുക്കുമ്പോൾ പിച്ചാമണി എന്ന് പറയുന്ന ഞങ്ങളുടെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, നീ ഓൾറെഡി നിന്റെ പൈസ എല്ലാം വാങ്ങിയിരിക്കുകയാണ്, ഇതിനൊക്കെ 5 പൈസ പോലും തരാനില്ല. പക്ഷേ ആ കമ്പനിയുടെ ഓണറായിരിക്കുന്ന ഏബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനോട് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു പോവുകയാണ്, അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം തിരുമേനി തന്ന ലെറ്റർ പ്രകാരമാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, നോക്ക്, അങ്ങനെ പോകരുത്, അതിന്റെ ആവശ്യം നിനക്കില്ല, നീ ഒരു ഓർത്തഡോക്സുകാരനാണ്, നിന്റെ വിശ്വാസം ഓർത്തഡോക്സ് വിശ്വാസമാണ്, ആ വിശ്വാസത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കാമെന്നാണ് നമ്മളെല്ലാം പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്, ആ പ്രതിജ്ഞ നിറവേറണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ആ വിശ്വാസത്തോട് യാതൊരു വിരോധവുമില്ല, പക്ഷേ കർത്താവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, ഏതെങ്കിലും രീതിയിൽ കർത്താവിന്റെ വേല ചെയ്യണം. അദ്ദേഹം എനിക്ക് 1000 രൂപ തന്നു. ആ 1000 രൂപ കൊണ്ടാണ് ഞാൻ തിരുവല്ലയിലേക്ക് വരുന്നത്. മഞ്ഞാടിയുടെ ഓഫീസിൽ, ആത്മീയത്രയുടെ ഓഫീസിൽ 410-ാമത്തെ മുറിയിൽ ദീർഘവർഷങ്ങൾ താമസിച്ച് ആത്മീയത്രയുടെ ഒരു ഭാഗമായി കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. അവിടെ എന്നെ ചലഞ്ച് ചെയ്യിപ്പിച്ച കാര്യം, ഒരു ദിവസം 1500-ലധികം കത്തുകളാണ് വരുന്നത്. ഓരോ കത്തുകളും ഓരോ മനുഷ്യനാണ്. അവരുടെ കണ്ണുനീരുകൾ, അവരുടെ ഭാരം, അവരുടെ ഹൃദയത്തകച്ച, ആരും അവരെ സ്നേഹിക്കാനില്ലാത്ത സാഹചര്യങ്ങൾ, മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ, രോഗികളായിരിക്കുന്നവർ, കടഭാരമുള്ളവർ, ജീവിതത്തിൽ ആശ നഷ്ടപ്പെട്ട ആൾക്കാരാണ് കത്തുകൾ അയക്കുന്നത്. ഒരു ദിവസം 1500-ലധികം കത്തുകൾ വരുന്ന ചരിത്രം പോലും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ എല്ലാ ദിവസവും മഞ്ഞാടിയിലെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വളരെ പെട്ടി നിറച്ച കത്തുകളാണ് കൊണ്ടുവരുന്നത്. ആ കത്തുകൾ പൊട്ടിക്കുന്ന സെക്ഷനിലായിരുന്നു ഞാൻ ആദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഓരോ കത്ത് പൊട്ടിക്കുമ്പോഴും ഒരു കാര്യം എനിക്ക് ബോധ്യമായി, പല കത്തുകളിലെയും അക്ഷരങ്ങൾ പടർന്നിരിക്കുന്നത് കാണാം. എന്താണെന്നറിയാമോ? ഈ കത്തെഴുതുമ്പോൾ ആ എഴുതുന്ന വ്യക്തി ഹൃദയം തകർന്ന് എഴുതുന്നേ, ആ കണ്ണുനീരുകൾ ആ കത്തിൽ വീഴുമായിരുന്നു. ആ കണ്ണുനീര് കത്തുകളിലെ അക്ഷരങ്ങൾ പടർന്നിരിക്കുന്നത് കാണാൻ കഴിയും.
ഞാനും ആ കത്തുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ആ ടീമിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു. ആ ഒരു കാലഘട്ടം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അനേകരെ കൊണ്ടുവരുന്ന കാലഘട്ടമാണ്. പക്ഷെ ഈ കത്തുകൾ ഓരോ ജീവിതമാണെന്നും ഓരോ മനുഷ്യരാണെന്നും അവർ ഈ കർത്താവിനെ കണ്ടുമുട്ടണമെന്നും എനിക്ക് വളരെ ആഗ്രഹം തോന്നി. ഞാൻ ആ കത്തുകൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ അനേക ദിവസങ്ങൾ, അനേക മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ചിലവഴിക്കുവാൻ ആരംഭിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കർത്താവിന്റെ പേരിൽ ആ കാലഘട്ടത്തിൽ ആത്മീയാത്ര അനേക പ്രോഗ്രാംസ് പല പട്ടണങ്ങൾ നടത്തുവാനിടയായി തീർന്നു. തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ജനങ്ങളുടെ നടുവിൽ അന്ന് ആയിരക്കണക്കിന് ആൾക്കാർ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ആ പ്രസംഗത്തിന്റെ അവസാനത്തെ ഭാഗത്ത് ഓട്ടക്കോളം കൊടുക്കുമ്പോൾ ഗ്രൗണ്ടിന്റെ പിറകിൽ നിൽക്കുന്ന ആൾക്കാർ പോലും മുൻപോട്ട് ഓടി ഈ യേശുവിനെ എനിക്ക് ആവശ്യമാണെന്ന് ആവേശപൂർവ്വം കർത്താവിനെ സ്വീകരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനകത്തിൽ ഒരു അനുഭവം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ആഗ്രഹിക്കുന്നത്. ആ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കത്ത് ആത്മീയാത്രയുടെ ഓഫീസിലേക്ക് വന്നു. ആ കത്ത് ഞാൻ പൊട്ടിച്ചു വായിക്കുമ്പോൾ അങ്ങനെ എഴുതിയിരിക്കുന്ന വാർത്ത വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതവും എന്റെ ദൈവത്തിൽ വലിയ പ്രതീക്ഷയും തോന്നി. ദീർഘവർഷങ്ങൾ തിരുവനന്തപുരം പട്ടണത്തിലെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ശരീരം വിൽക്കുന്ന ഒരു സഹോദരി അന്ന് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അവർക്ക് 8 വയസ്സുള്ളൊരു മകനുണ്ട്. പക്ഷേ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവർ എന്താ ചെയ്തറിയാമോ? സൈക്കിളിന്റെ വീലുകളിൽ പലകൾ പിടിപ്പിച്ച് ഒരു വണ്ടി ഉണ്ടാക്കി അതിന്റെ മുകളിൽ പച്ചക്കറി വെച്ച് അവർ വിൽക്കുവാൻ ആരംഭിച്ചു എന്ന് പറഞ്ഞ് KP യോഹന്നാനെ അഭിസംബോധന ചെയ്തുകൊണ്ടൊരു കത്താണ്. സത്യത്തിൽ അന്ന് രാത്രി മുഴുവനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. എനിക്കൊരു കാര്യം മനസ്സിലായി, യേശുവിനെ എല്ലാവർക്കും ആവശ്യമാണ്. എല്ലാ മനുഷ്യർക്കും യേശുവിനെ ആവശ്യമാണ്. യേശുവിനെ പരിചയപ്പെടുത്തേണ്ട ചുമതല എന്റെ മേൽ ഉറപ്പായിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ 3 വർഷം ഡോക്ടർ KP യോഹന്നാന്റെ കുറ്റപ്പുഴയുള്ള വൈദിക സെമിനാരിൽ പഠിച്ചു. ആ 3 വർഷത്തെ പഠിത്തം കഴിഞ്ഞപ്പോൾ അവരെന്നെ 6 മന്ത് മിനിസ്ട്രിക്കായിട്ട് മലബാറിലേക്ക് അയച്ചു. മലബാറിൽ ചെന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അയ്യോ, കർത്താവിനെ അറിയാതെ 100 കണക്കിന് ആൾക്കാർ എരിയുന്ന അഗ്നിയിലേക്ക് ഒഴുകി പോവുക. അനേക ദൈവദാസന്മാർ അവിടെ കടന്നു വന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാം കഷ്ടത്തിലാണ്. അവരുടെ കുഞ്ഞുങ്ങൾ കഷ്ടത്തിലാണ്. അവരെ വിദ്യാഭ്യാസം കൊടുക്കുവാൻ നിർവാഹമില്ല, നല്ലൊരു ആഹാരമില്ല, താമസിക്കാൻ നല്ലൊരു സൗകര്യമില്ല. ഒരു സ്കൂളിൽ പോകണമെങ്കിൽ കിലോമീറ്ററുകൾ ദൂരെ വേണം ഈ കുഞ്ഞുങ്ങളെ വിടുവാൻ. പല മിഷണറിമാരും ഭയങ്കര കഷ്ടത്തിലായിരിക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണുവാനിടയായി തീർന്നു. അവരുടെ ഇടയിൽ അന്ന് തുടങ്ങിയ പ്രവർത്തനം ഇന്നും തുടർന്നു കൊണ്ടുപോകുവാൻ ദൈവം എന്നെ സഹായിച്ചു. 6 ജില്ലകളിലായിട്ട് അനേക സ്ഥലങ്ങളിൽ പരസ്യം നടത്തുവാൻ കർത്താവിനെ സഹായിച്ചു. അന്നത്തെ കാലത്ത് 103 മിഷൻ സ്റ്റേഷനിൽ ഞങ്ങളുടെ കണക്ക് പ്രകാരം ഞങ്ങൾ തുടങ്ങി. അതിൽ 86 എണ്ണം ബിലീവേഴ്സ് ചർച്ച് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യുവാൻ തക്കണം ഇവിടെ തീർന്നു. എന്നാൽ പ്രിയപ്പെട്ട കർത്താവിന്റെ പൈതലേ, ഒരു കാര്യം വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുക. ഈ യേശുവിനെ ഇന്നും ജനത്തിന് ആവശ്യമാണ്. ആ മിഷൻ ഫീൽഡിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ വിവാഹം കഴിക്കുവാൻ കൊണ്ടുള്ള പ്രായമായി. എന്നെ സഹായിക്കുവാൻ ആരുമില്ല. എന്റെ നാട്ടിൽ എനിക്ക് ചെല്ലുവാൻ കഴിയത്തില്ല. കാരണം ഞാൻ നിൽക്കുന്ന സമുദായ സഭയിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് എന്റെ മാതാപിതാക്കൾ, എന്റെ സഹോദരങ്ങളെല്ലാം എന്നെ ഒഴിവാക്കി. എന്റെ ദേശത്ത് എനിക്ക് ചെല്ലുവാൻ കഴിയത്തില്ല. ഒരു വിവാഹം നടത്താനുള്ള സാഹചര്യം എനിക്കില്ല. എന്നാൽ ദൈവം എനിക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ മലബാറിൽ ഒരുക്കി. മേഴ്സി എന്ന പേരോടുകൂടി എന്റെ ജീവിത പങ്കാളി ഇന്നും എന്റെ ശുശ്രൂഷൽ കൈത്താങ്ങലായി നിൽക്കുവാൻ ദൈവം അവളെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നു. അവളും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെറുപ്രായത്തിൽ സമർപ്പിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങിയ പെൺകുട്ടിയാണ്. അവളെ വിവാഹം കഴിപ്പാനിടയായി തീർന്നു. എന്റെ മുഴുവൻ വിവാഹ ചെലവുകളും എന്റെ സ്നേഹിതന്മാരാണ് സഹായിച്ചത്. 800 രൂപ കൊടുത്ത ഒരു വിവാഹ ഡ്രസ്സ് എടുക്കുവാൻ എന്റെ കയ്യിൽ അന്ന് നിർവാഹമില്ലാത്ത സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനിടയായി തീർന്നു. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളെ ദൈവം നൽകി. എന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ എന്റെ അന്നത്തെ കാലത്തെ വിശ്വാസം, PG അങ്കിള് പ്രസംഗിച്ചിട്ടുള്ള വിശ്വാസം, KP യോഹന്നാൻ സാറ് പ്രസംഗിച്ചിട്ടുള്ള വിശ്വാസം, DGS ദിനകരനങ്ങൾ പ്രസംഗിച്ചിട്ടുള്ള വിശ്വാസം, ആ വിശ്വാസത്തിന്റെ ഉറപ്പിൽ എന്റെ ഭാര്യയുടെ വയറിന് മുകളിൽ കരം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവെ, എനിക്ക് ലഭിക്കുന്ന കുഞ്ഞ് ആണായാലും പെണ്ണായാലും ആദ്യഫലം കർത്താവിനുള്ളതാ. എന്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മകനാകട്ടെ മകളാകട്ടെ ഞാൻ നൽകും. പക്ഷെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുഞ്ഞിനെ എനിക്ക് ദൈവം നൽകി. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ കർണാടകത്തിൽ പ്രവർത്തിക്കുമ്പോൾ എന്റെ മലയാളം മെസ്സേജ് കന്നഡയിലേക്കും തമിഴിലേക്കും ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ എന്റെ മകളെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. അവൾ ഇൻസ്ട്രുമെന്റ്സ് വായിക്കും, നന്നായി ആരാധന ലീഡ് ചെയ്യും, 8 ഭാഷ സംസാരിക്കും. ഇന്ന് ഹൈദരാബാദിൽ ജോയ്സ് മേയർ മിനിസ്റ്ററോട് ചേർന്ന് അവളും അവളുടെ ഭർത്താവും കുഞ്ഞും കർത്താവിന്റെ വേല ചെയ്യുന്നു.
രണ്ടാമത് വീണ്ടും എന്റെ ഭാര്യ പ്രഗ്നന്റ് ആയി. ആ സമയം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, കർത്താവേ, ഇതും എന്റെ കർത്താവിനുള്ളത്. എനിക്ക് ദൈവം ഒരു മകനെ തന്നു. അവൻ 3 ഇൻസ്ട്രുമെന്റ്സ് വായിക്കും, നന്നായി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കും. ഇന്ന് ഒരു ഇംഗ്ലീഷ് ചർച്ചിന്റെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് ബാംഗ്ലൂർ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള സുവിശേഷീകരണത്തിൽ അവനെ കഴിയുന്നത് പോലെ അനേകരുടെ കരങ്ങളിൽ സുവിശേഷം എത്തിക്കാനോട് പ്രവർത്തിക്കുന്നു. നല്ലൊരു വർഷിപ്പ് ലീഡറാണ്. അത് കൂടാതെ അവിടെ വരുന്ന ഫോറിനിൽ നിന്ന് വരുന്ന, വിദേശത്ത് വരുന്ന മിഷണന്മാരുടെ മെസ്സേജുകൾ മലയാളത്തിലേക്കും കന്നഡയിലേക്കും മൊഴിമാറ്റം ചെയ്യുവാൻ ദൈവം അവനെ കരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ സ്വർഗ്ഗം എന്നെ സഹായിച്ചു. അഭിമാനത്തോട് ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. ഇന്നും പിന്തിരിഞ്ഞു നോക്കേണ്ട കാര്യത്തിൽ ആവശ്യമില്ല. സ്വർഗത്തിലെ ദൈവം എനിക്ക് എല്ലാ കാര്യങ്ങളും മതിയവനാണ്. ഞാൻ കർണാടകത്തിൽ കഴിഞ്ഞ 27 വർഷമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. 18 വർഷം ഒരേ ചർച്ചിന്റെ പാസ്റ്ററായി പ്രവർത്തിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ആ കാലഘട്ടം എന്റെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമായിരുന്നു. 400-ലധികം ആൾക്കാരെ കർത്താവിന്റെ സാക്ഷികളെ തീർക്കുവാൻ, ജലത്തിലേക്ക് ഇറക്കുവാൻ, സ്നാനപ്പെടുത്തുവാൻ സ്വർഗം എനിക്ക് ഭാഗ്യം നൽകി. എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയം തീർന്നു പോയിട്ടില്ല. ഈ സുവിശേഷം പ്രസംഗിച്ചേ മതിയാകും. ഇന്നും ഈ കർത്താവിനെ ആവശ്യമുള്ളവരുണ്ട്. മലബാറിലെ എന്റെ ശുശ്രൂഷ അനുഭവത്തിൽ ക്രിസ്ത്യാനികളെ അല്ല അവിടെ നേടുവാൻ കൊണ്ടിടയായി തീർന്നത്, ക്രിസ്തുവിനെ അറിയാത്തവരെയാണ് കർത്താവിലേക്ക് നയിക്കാനിട തീർന്നത്. പല ജാതികളിൽ, പല സമുദായത്തിൽ, പല മതത്തിൽപ്പെട്ട അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുപോകാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. ഇന്നും യേശുവിനെ ആവശ്യമുള്ള ജനലക്ഷങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും വ്യക്തിപരമായി യേശുവിനെ അവരെ പരിചയപ്പെടുത്താത്തത് കൊണ്ടാണ് പലർക്കും യേശുവിനെ അറിയാതെ പോകുന്നത്. നമ്മൾ കാണുന്ന ക്രിസ്ത്യാനിറ്റി അല്ല യേശുവിന്റെ ക്രിസ്ത്യാനിറ്റി. യഥാർത്ഥമായി യേശുവിനെ സ്നേഹിക്കുന്ന ഒരു പറ്റത്തെ കർത്താവിലേക്ക് കൊണ്ടുവരുന്ന നിയോഗം പ്രാപിച്ച ശുശ്രൂഷകർ നമ്മുടെ ചുറ്റിലുമുണ്ട്. പക്ഷെ അവരെല്ലാം ഒന്നും ചെയ്യാതെ, അവരുടെ മേലുള്ള നിയോഗം തിരിച്ചറിയുവാൻ കഴിയാതെ ജീവിക്കുമ്പോൾ, ഇന്ന് എനിക്ക് നിങ്ങളോടുള്ള സന്ദേശം, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുക. ചിലരിങ്ങനെ പറയും, എന്നെ ആര് കരുതും? ഞാൻ പോയാൽ എന്റെ കുടുംബത്തെ ആര് നോക്കും? എന്റെ മാതാപിതാക്കളെ ആര് നോക്കും? എന്നാൽ ഇന്ന് പകൽ എനിക്ക് പറയുവാനുള്ളത്, ആര് നോക്കുമെന്നുള്ളതല്ല, ദൈവത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. അന്ന് ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് 21 വയസ്സായിരുന്നു. എന്നാൽ ഈ 57 വയസ്സുവരെ എന്റെ ദൈവം പകൽ മേഘസ്തംഭമായി, രാത്രിയിൽ അഗ്നിത്തൂണായി നിന്നു. വിശന്നപ്പോൾ എനിക്ക് അവൻ ആഹാരം നൽകി. എനിക്ക് ധരിക്കുവാൻ വസ്ത്രമില്ലാത്തപ്പോൾ നല്ല വസ്ത്രം നൽകി. എന്റെ തലമുറകളെ പഠിപ്പിക്കുവാൻ നിർവാഹമില്ലാത്തപ്പോൾ അറിയാത്ത വഴികളിലൂടെ അവരുടെ ഫീസുകളെ ദൈവം കെട്ടി. എന്റെ മകളുടെ വിവാഹം നടത്തുവാൻ 37 രൂപയുമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കരഞ്ഞിട്ട് ദൈവം എനിക്ക് 8.5 ലക്ഷം രൂപ എന്റെ കുഞ്ഞിന്റെ വിവാഹത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുവാൻ പലരിലൂടെ സഹായിച്ചു. അവർ ആ വിവാഹം നടത്തി തന്നു. പ്രിയപ്പെട്ട കർത്താവിന്റെ പേരിലെ ഒരിടത്തും ദൈവം നമ്മെ തള്ളിക്കളയില്ല, ദൈവം നമ്മളെ ഉപേക്ഷിക്കില്ല. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, പെറ്റ അമ്മ നിന്നെ മറന്നാലും സ്വർഗത്തിലെ ദൈവം നിന്നെ മറക്കുകയില്ല. ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മളോട് പറയുകയാണ്, അവൻ നമ്മെ ഒരു കാലത്തും അനാഥരായി വിടുകയില്ല. അതുകൊണ്ട് ഈ കർത്താവിൽ വിശ്വസിക്കുക, ദൈവത്തിന് അത്ഭുതം ചെയ്യുവാനായിട്ട് കഴിയും. ഞാൻ ജീവിക്കുന്ന സാക്ഷിയാണ്. ഇന്ന് എന്റെ മാതാപിതാക്കൾ, എന്റെ സഹോദര ബന്ധു, ചാർച്ചക്കാരെല്ലാം എന്റെ കൂടെ ഉണ്ട്. ഞാൻ രക്ഷയിലേക്ക് കൊണ്ടുവന്ന അനേകരുണ്ട്. പല രാജ്യങ്ങളിൽ ഞാൻ സഭയിൽ നിന്ന് രക്ഷയിലേക്ക് കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി അയച്ച പ്രിയപ്പെട്ടവരുണ്ട്. അവർക്കെല്ലാം അറിയാം ഈ സാക്ഷ്യം, എന്നെ കുറിച്ച് അറിയാം. എവിടെയും ഒരു വിറ്റ്നസ്സായി നിൽക്കുവാൻ എനിക്ക് കഴിയും. എന്നെ അറിയാത്തവര് വളരെ ചുരുക്കമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഞാനിത് പറഞ്ഞൊരു കാര്യം, ഈ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക, യേശുവിനോട് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുക. നമുക്ക് ലഭിച്ച വിദ്യാഭ്യാസത്തിന്റെ ആ ലഭിച്ച വിദ്യാഭ്യാസം കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കുക. അനേകർ IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിയുമെന്നറിയാമോ? അങ്ങനെ ചെയ്യുക. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളൊരു നേഴ്സ് ആയിരിക്കാം, ഡോക്ടർ ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സുവിശേഷം പറയാൻ കഴിയും. നിങ്ങളുടെ ഉള്ളിലെ യേശുവിന്റെ സ്നേഹം അവർക്ക് കൊടുക്കുക. അവർ കർത്താവിനെ കണ്ടുമുട്ടും. അതുകൊണ്ട് ഈ ഹല്ലേലൂയയുടെ ഈ ചാനലിലൂടെ എനിക്ക് കടന്നു വന്ന് എന്റെ സാക്ഷ്യം പറയുവാൻ എനിക്ക് ലഭിച്ച നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുക. ഇതും ദൈവത്തിന്റെ ഒരു നിയോഗമായി ഞാൻ കാണുന്നു. കർത്താവ് അറിയാതെ ഇത് സംഭവിച്ചത് കർത്താവിൽ തന്നൊരു നിയോഗമാണ്.
പ്രിയ ഇതിന്റെ ഡയറക്ടറായിരിക്കുന്ന സാങ്കോട്ട് സാറിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാ ടീമിനായും ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കും. ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. യേശുവേ, എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന എന്റെ ഈ പ്രിയപ്പെട്ടവരെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവമാണ്. അങ്ങക്ക് ഒരു വേർകൃത്യം ഇല്ല. ഇന്ന് കർത്താവ് എന്നെ ശ്രദ്ധിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ മേൽ അങ്ങയുടെ സ്നേഹത്തിന്റെ കരമൊന്ന് നീട്ടണമേ. ദൈവം അവരെ ഒന്ന് തൊടണമേ. ഒരുപക്ഷെ അവർ രോഗിയായിരിക്കാം, ദൈവത്തിന്റെ സൗഖ്യം അവരുടെ മേലിറങ്ങട്ടെ. ഒരുപക്ഷെ അവർ ഞെരുക്കത്തിലൂടെ കടന്നു പോവുകയായിരിക്കാം, ദൈവം ഒരു വിശാലത അവർ കൊടുക്കേണ്ടവേ. കർത്താവെ, അവർ പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുകയായിരിക്കും, പക്ഷേ അങ്ങയുടെ ഒരു ചെറിയ സ്പർശനം മതി കർത്താവെ അവരുടെ ജീവിതം മാറി മറിയുവാൻ. എന്നെ ശ്രമിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിന്റെ കരമൊന്ന് വയ്ക്കണമേ. ദൈവം അവർക്ക് വിടുതൽ കൊടുക്കണമേ, ദൈവിക സൗഖ്യം കൊടുക്കണമേ, ദൈവം മറുപടി കൊടുക്കണമേ. അവരുടെ ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം അനേകർക്കൊരു അനുഗ്രഹവും നന്മയുമായി മാറട്ടെ. എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കും. ഹല്ലേലൂയ ടീമിനെ ദൈവം അനുഗ്രഹിക്കും. എല്ലാവരും സ്വർഗം മാനിക്കും. തിരുസാന്നിധ്യം കൂടെ ഇരിക്കും. പ്രാർത്ഥന നന്ദി യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.